ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 1 മുതൽ 100 വരെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ 100 റേസ് ടു n കൊണ്ട് ഡിവൈഡ് ചെയ്ത ഇൻറ്റിജർ അങ്ങനെയുള്ള എന്നിൻ്റെ ലാർജസ്റ്റ് വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഈ 100 റേസ് ടു എന്നിനെ എനിക്ക് 100നെ 10 സ്ക്വയർ റേസ് ടു n എന്ന് എഴുതാം, ഓർ വിച്ച് ഇസ് ഈക്വൽ ടു 10 റേസ് ടു 2n. സോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് പവർ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. 10 എന്നുള്ളത് 5ൻ്റെയും 2ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. സോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തുള്ള ഹയസ്റ്റ് പവർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് 5ൻ്റെയും 2ൻ്റെയും പവേഴ്സിൽ ഏതാണോ സ്മോളസ്റ്റ് പവർ വരുന്നത് അത് കണ്ടുപിടിച്ചാൽ മതി. സോ 1 മുതൽ 100 വരെ ഉള്ളതിനകത്ത് നമുക്ക് 2ൻ്റെ പവർ എന്തായാലും 5ൻ്റെ പവറിനേക്കാൾ കൂടുതലായിരിക്കും. സോ നമ്മൾ 5ൻ്റെ പവർ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് 20 ആണ്. 25നേക്കാൾ വലുതായതുകൊണ്ട് എഗെയിൻ നമ്മൾ ആ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുക. കോഷ്യൻ്റ് ആയിട്ട് നമുക്ക് 4 കിട്ടും. സോ 4 5നേക്കാൾ ലെസ് ആയതുകൊണ്ട് ഡിവിഷൻ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് കിട്ടിയിരിക്കുന്ന കോഷ്യൻറ്റിനെ നമ്മൾ സം ചെയ്യുക. സോ 20 + 4 നമുക്ക് 24. സോ നമുക്ക് 5ൻ്റെ പവേഴ്സ് എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് വരുന്നത് 5 റേസ് ടു 24 ആണ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ 10 അല്ല 10 റേസ് ടു 2n ആണ് വന്നിരിക്കുന്നത്. സോ 2n എന്ന് പറയുന്നത് 24 ആയിരിക്കും, ഓർ n ഈക്വൽ ടു നമുക്ക് വരുന്നത് 12 ആണ്. സോ 100ൻ്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പം എന്നിൻ്റെ വാല്യൂ 12 ആണ് ഹയസ്റ്റ് വരുന്നത്. പക്ഷേ ഓപ്ഷനിൽ തന്നിട്ടില്ല. സോ നൺ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ.